നിങ്ങൾക്കുള്ള ട്രെയിലർ പ്ലേ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതിന്റെ സൗണ്ടിന്റെ ഒരു ഇഷ്യൂ നമ്മുടെ ബാക്ക് ടീം ഒന്ന് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ട്രൈ ചെയ്തത്. അപ്പൊ നമുക്ക് ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ് സ്റ്റേജിലേക്ക്. അതില് എല്ലാവരും തന്നെ നാട്ടില് പോയിട്ട് പ്രൊമോഷൻസും കാര്യങ്ങളും അതുപോലെ ഷൂട്ടിന്റെ ഇടയിൽ നിന്ന് വന്നതും ഒക്കെയാണ്. അപ്പോ നിങ്ങൾ എല്ലാവരും ഒന്നുകൂടി സ്റ്റേജിലേക്ക് ഞാൻ ഒന്നുകൂടി സ്വാഗതം ചെയ്തോട്ടെ. ഹോൾ ടീം ഓഫ് ഗുരുവായൂർ അമ്പലനടയിൽ ബേസിൽ ഫാൻസ് അവിടെ ഫോട്ടോ എടുക്കുന്നു. ബേസിലെ തിരിച്ചു തരണം നമുക്ക്. നമുക്ക് എല്ലാവർക്കും ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ച് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. കാരണം അതിന് മുമ്പ് ഞാൻ അനശ്വര പ്ലീസ് സ്റ്റെപ്പ് ഫോർവേഡ്. അനശ്വര ഇതിലെ ക്യാരക്ടറിനെ കുറിച്ചൊന്ന് ചോദിക്കണം. പേടിയില്ല. അതെ, അനശ്വര ഇതിനകത്ത് ക്യാരക്ടർ എന്താണെന്നൊന്ന് പറയാമോ എല്ലാവർക്കും വേണ്ടിയിട്ട്? വാട്ട് എവർ യു ക്യാൻ സേ അതിനെ പറ്റിയിട്ട് റിവീൽ ചെയ്യാൻ പറ്റുന്ന അത്രയും. ക്യാരക്ടറിന്റെ പേര് അഞ്ജലി എന്നാണ്. ഇത് അനന്തേട്ടൻ രാജുവേട്ടന്റെ സിസ്റ്റർ ആയിട്ടാണ്. അതുപോലെ ബേസിലേട്ടന്റെ കല്യാണ പെണ്ണായിട്ടാണ്. സോ ഇത് രണ്ട് ഫാമിലിയുടെ ഇടയിലുണ്ടാകുന്ന കുഞ്ഞു പ്രശ്നങ്ങളും രണ്ടുപേരുടെ ഇടയിലുണ്ടാകുന്ന പ്രശ്നങ്ങളും അതിനിടയിൽ പെട്ടുപോകുന്ന ഒരു പെണ്ണും പിന്നെ അങ്ങനെ ഞാൻ പറഞ്ഞ മൊത്തം സ്പോയിലറായി. ഏതാണ്ട് സിനിമയുടെ കഥ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പൊ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. താങ്ക് യു അനശ്വര. നിഖില എടുത്തും കൂടി ഒന്ന് ചോദിക്കട്ടെ. നിഖില ഒന്ന് ഈ പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ക്യാരക്ടറോ അല്ല സീനോ എന്തെങ്കിലും ആ വാച്ച് ഔട്ട് ഫോർ ദ സീൻ എന്നുണ്ടെങ്കിൽ ഏതായിരിക്കും പറയാ? നന്നായി. അത് നമ്മൾ കാണില്ലല്ലോ. ക്ലൈമാക്സ് കൈൻഡ്നസ് ഇല്ലായിരുന്നു അതിൽ. റെഡി. അപ്പോ ക്യാരക്ടറിനെ പറ്റി? എന്റെ ക്യാരക്ടറിന്റെ പേര് പാർവതി എന്നാണ്. ഞാൻ രാജുവേട്ടന്റെ വൈഫിന്റെ ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ 4 പേരിലൂടെയാണ് ഈ സിനിമയുടെ ഒരു മേജർ കഥ പോകുന്നത്. പിന്നെ അതിലേക്ക് വരുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. നമുക്ക് കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് പേര് ഈ സിനിമയിലുണ്ട്. ജഗദീഷ് ചേട്ടനുണ്ട്, രേഖ ചേച്ചി ഉണ്ട്, പുതിയ ആൾക്കാരായിട്ട് പുതിയതായിട്ട് വന്ന നമ്മുടെ സിജു സണ്ണി ഉണ്ട്, ജോമോൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഈ സിനിമയിൽ. ജയഹയിലുള്ള അമ്മ, അമ്മയുണ്ട്. അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. അല്ല, അത് എനിക്ക് തോന്നുന്നു ഡയറക്ടറിന്റെ തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. കാരണം നേരത്തെ പൃഥ്വി പറഞ്ഞതുപോലെ ഇത്രയധികം ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ഒരു സിനിമ കണ്ടിട്ട് നമ്മൾ കുറെ നാളായി എന്ന് പറയാം. കാരണം എല്ലായ്പ്പോഴും ഇപ്പൊ വളരെ ഇപ്പം ആടുജീവിതത്തിലാണെങ്കിലും പൃഥ്വിയുടെ ആ നജീബിന്റെ കഥയാണല്ലോ പറയുന്നത്. ഇപ്പൊ വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് അല്ലേ ഉള്ളൂ ശരിക്കും അതിന് ചുറ്റും. നജീബ് ആണല്ലോ അതിന്റെ സെന്ററിൽ. പക്ഷെ ഇതെന്ന് പറഞ്ഞ ഒരു ഹോൾ ഫാമിലി നമുക്ക് ഇതിനകത്ത് കാണാനുണ്ട്. അത് എങ്ങനെയാണ് ഇത്രയും എന്നിട്ട് മാനേജ് ചെയ്യുന്നത് എളുപ്പമില്ല. പക്ഷെ ഇതെങ്ങനെ കൺസീവ് ചെയ്തു? അല്ല, ഒരു കല്യാണം എന്ന് പറയുമ്പോൾ 2 കുടുംബങ്ങളുടെ സംഗമമാണ്. അപ്പോൾ അത്രയും പേർക്ക് ആ സിനിമയ്ക്ക് പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് അച്ഛനമ്മ, സഹോദരങ്ങൾ, കസിൻസ്, ഫ്രണ്ട്സ്. അപ്പോൾ 2 ടീമിൽ അത്രയും ആൾക്കാർ വരും. അപ്പോൾ ആ ആൾക്കാർ വരുമ്പോൾ ഒരുപാട് മിസ്കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവും, കൺഫ്യൂഷൻസ് ഉണ്ടാവും, കോമഡികളുണ്ടാവും, അബദ്ധങ്ങളുണ്ടാവും, വിഷമങ്ങളുണ്ടാവും, സന്തോഷിക്കുന്ന മൊമെന്റ്സും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു 10 ദിവസത്തിനകത്ത് നടക്കുന്ന കഥയായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ 10 ദിവസത്തിൽ ഇതൊക്കെ എന്തൊക്കെ സംഭവിക്കാൻ പറ്റുന്നോ അതിന്റെ മാക്സിമം ഒരു ഫിക്ഷണൽ രീതിയിൽ നമ്മൾ ഒരു കല്യാണത്തിൽ സംഭവിക്കാൻ പറ്റാത്തതും വരെ നമ്മളതിനെ ചെയ്തിട്ടുണ്ട്. അപ്പം അത് കൊണ്ടുപോകാൻ വലിയ പാടുന്നുണ്ടായിരുന്നില്ല. കാര്യം എല്ലാവർക്കും ഈ സിനിമയോട് അത്രയും താല്പര്യം ഉണ്ടായിരുന്നു. എല്ലാവരും കുറേ സിനിമകൾ വിട്ടിട്ടും ഇല്ലെങ്കിൽ വേറെ കമ്മിറ്റ്മെന്റ് ഒന്നും എടുക്കാതെ ഒരു വർഷത്തോളം എൻ്റെ ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വർഷം എല്ലാവരും കൂടെ നിൽക്കുകയാണ് ചെയ്തത്. അപ്പം എല്ലാവരും ഒരു ഫാമിലി പോലെ ഫുൾ ടൈം കൂടെ ഉണ്ടായിരുന്നു. അപ്പം കല്യാണത്തിൻ്റെ ഒരു സിറ്റുവേഷൻ തന്നെ മൂഡ് തന്നെ അവിടെ ഉണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ അത്രയും വലിയ ബുദ്ധിമുട്ട് വിചാരിച്ചൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ അടുത്തൊരു പ്ലേലിസ്റ്റ് വരുന്നത് 8:30-ക്കാണ്. അപ്പൊ എന്നാണ് പറയുന്നത്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ബേസിലോട്ടും കൂടി ഒരു ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞില്ല, ഞാൻ അതുവരെ അവരെ പിടിച്ചു നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെയും അങ്ങനെ നിർത്തുന്നത് ശരിയാവുമെന്ന് തോന്നുന്നില്ല. ലെറ്റ്സ് ഗോ. നമുക്ക് നോക്കാം. ബേസിൽ ആക്ച്വലി എനിക്ക് ചോദിക്കാനുള്ള, ഞാൻ രാവിലെ ആക്ച്വലി വിട്ടുപോയതും ചോദിക്കാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു കുടുംബ സിനിമ എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഇപ്പൊ ജയ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല ക്യാരക്ടേഴ്സും കാണുമ്പോൾ എൻ്റെ വീട്ടിലെ ആൾക്കാർ, അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള ആൾക്കാരായിട്ട് ഞാനത് ക്യാരക്ടേഴ്സിനെ ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. സോ ഇപ്പൊ ഇതെന്ന് പറഞ്ഞാൽ വലിയ കൂട്ടുകുടുംബത്തിലാണ്. അപ്പൊ ബേസിലിന് ഇതേപോലെ തന്നെ അയ്യോ എൻ്റെ വീട്ടിലും ഇങ്ങനെ ഒരു അമ്മായി ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലും ഇങ്ങനെ ഒരു കുഞ്ഞമ്മയുണ്ട്, അങ്ങനെ ഒരു ഇത് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഈ അവസരത്തിൽ പറയാൻ പാടുന്നു പറഞ്ഞ മായയുടെ കുഞ്ഞമ്മയാണ് ശരിക്കും പറഞ്ഞാൽ വല്യമ്മയുടെ മോളാണ്. അതാ പറഞ്ഞു മായയുടെ കുഞ്ഞമ്മയാണ് മല്ലികി എന്നാണ് പറയാൻ പറഞ്ഞത്. ഞാൻ തെറ്റിപ്പോയോ?
അപ്പോൾ ചോദ്യം മറന്നു ഇല്ല ഓർമ്മയുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇപ്പോൾ ഞാൻ കല്യാണം കഴിച്ചതായതുകൊണ്ട് കല്യാണത്തിൻ്റെ കുറേ ഇൻസിഡൻസ് ഒക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഇപ്പോൾ കല്യാണം എന്ന് പറയുമ്പോൾ നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. മേക്കപ്പ് ടെസ്റ്റ്, മറ്റേ കോസ്റ്റ്യൂം തയ്ക്കൽ, പിന്നെ പറയുന്ന പെണ്ണിൻ്റെ വീട്ടുകാർ, ചെക്കൻ്റെ വീട്ടുകാർ, കസിൻസ്, റിലേറ്റീവ്സ്, മറ്റേ ഫ്രണ്ട്സ്, നമ്മൾ പിന്നെ വെഡ്ഡിങ് കാർഡ് പ്രിന്റ് ചെയ്യുന്നു, അത് ഇൻവിറ്റേഷൻ കൊടുക്കുന്നു, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഒരു കല്യാണമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതിൻ്റെ ചെക്കപ്പൊക്കെ കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അപ്പം അതെല്ലാം നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. ആ കല്യാണത്തിന് മുമ്പുള്ള ഒരു 10 ദിവസത്തെ ഒരു ഹറിബറി ഉണ്ടല്ലോ. തലേ ദിവസം തലേ ദിവസത്തെ പാട്ട്, ഡാൻസ്, എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടൽ, ബാച്ചിലർ പാർട്ടി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു സിനിമയിലൊരു വേറൊരു കഥ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒരു കോൺഫ്ലിക്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കല്യാണവുമായി ബന്ധപ്പെട്ടുള്ള കുറേ റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ക്യാരക്ടേഴ്സ് പരമായിട്ട് അങ്ങനെ സാധാരണ അച്ഛനും അമ്മയൊക്കെ പോലെ തന്നെയാണ്. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകരിൽ നിന്നുള്ള രീതിയിൽ നമുക്ക് ഒരുപാട് പേര് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഉണ്ടാവും. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു കല്യാണമെങ്കിലും നടന്നിട്ടുണ്ടാവും. അപ്പം ഉറപ്പായിട്ടും ഈ ഒരു സിനിമയിൽ നമുക്ക് നേരത്തെ പോലെ തന്നെ ക്യാരക്ടേഴ്സുമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കട്ടെ. ഉറപ്പായും നമുക്ക് അപ്പോ ബേസിലിനെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല. പക്ഷെ ബേസിലിന്റെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് നമ്മൾ ചോദിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് അല്ല. ഏതാ പറഞ്ഞേ? അങ്ങനെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിട്ടില്ല. ഉണ്ടാ ഇല്ല. രൺവീർ സിംഗുമായിട്ട് ഒരു പരിചയമില്ലല്ലോ. ഇല്ല. ഏത് ഭാഷയിലാണ് രൺവീർ സിംഗുമായിട്ട് സംസാരിച്ചതെന്ന് ചോദിക്കാൻ പറഞ്ഞു. ഇല്ല ഇല്ല, സംസാരിച്ചിട്ടേ ഇല്ല. അടുത്ത സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന സിനിമയെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഇല്ല? മിന്നൽ മുരളി 2 അറിഞ്ഞൂടാ. ഇല്ല. എന്നാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാവർക്കും അവിടെ ശരിക്കും പറഞ്ഞ സെറ്റിൽ വരുന്ന സമയത്ത് എൻട്രി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ബേസിൽ മാത്രം എൻട്രി കൊടുത്തില്ല എന്ന് പറഞ്ഞൊരു കംപ്ലൈന്റ് ഉണ്ട്. സത്യമാണോ? അങ്ങനല്ല. സത്യമാണോ? ഞാൻ ഒരു കാര്യം പറഞ്ഞ, ഇവരെല്ലാവരും ഓരോ ദിവസവും സെറ്റിൽ എത്തുന്ന സമയത്ത് ഇവർക്കൊക്കെ പാട്ടും ഇതൊക്കെ വെച്ചിട്ടുള്ള എൻട്രി ഉണ്ടായിരുന്നു. ബേസിലിന്റെ എൻട്രി മാത്രം ശരിയായില്ലെന്ന് പറഞ്ഞിട്ട്. സത്യമാണോ? അങ്ങനെ എല്ലാവർക്കും ഒന്നുമില്ല. രാജുവേട്ടനുണ്ടായിരുന്നു ഫാൻസ്. പക്ഷെ എന്റേത് പാളിപ്പോയി. അതെന്ത് പറ്റിയത്? പടക്കമൊക്കെ വേസ്റ്റ് ആയെന്നൊക്കെ പറഞ്ഞിട്ട്. അതിന്റെ കഥ പറയാനായിട്ട് ഒരാളുണ്ട് ഇവിടെ. ശരിക്കും ഒരു 1000-1500 ജൂനിയേഴ്സ് ഡെയിലി ഉണ്ട്. അപ്പോൾ രാജു വന്ന് ഫസ്റ്റ് ഡേ അപ്പോൾ എല്ലാവരും ഭയങ്കര ആഘോഷമായിരുന്നു. പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് രാജുവിനെ ഭയങ്കരമായിട്ട് സ്വീകരിച്ചു. അതുകൊണ്ട് യോഗി ബാബു വന്നപ്പോൾ അയാൾക്ക് വേണ്ടി പാട്ട്, നമ്മുടെ നയൻതാരയുള്ള പാട്ടൊക്കെ വെച്ചിട്ട് അയാളായിട്ടൊരു 10 മിനിറ്റ് എല്ലാം സ്പെൻഡ് ചെയ്തു. അങ്ങനെ വരുന്ന ആൾക്കാർക്കെല്ലാം ഒരു എൻട്രിയും റിസപ്ഷനും ഉണ്ടായി. അപ്പം ബേസിൽ പക്ഷേ ഫസ്റ്റ് ഡേ മുതൽ അവിടെ ഉണ്ട്, ആരും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ബേസിലെ ശിങ്കിടികളായ സിജു, സണ്ണി, ജോമൻ എല്ലാം കൂടെ പ്ലാൻ ചെയ്ത് പടക്കം മേടിച്ച് പൊട്ടിച്ചൊരു എൻട്രിയൊക്കെ പ്ലാൻ ചെയ്ത ഒരു ദിവസം. ആ ദിവസം പടക്കം കിട്ടാനില്ലായിരുന്നു. അങ്ങനെ തൃശ്ശൂർ പോയി പടക്കം മേടിച്ചു. മേടിച്ചു കൊടുത്തിട്ട് കേക്ക് മേടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെയോ കൈക്കൂലി പരിപാടിയൊക്കെ ചെയ്ത് ഇവര് പടക്കം പൊട്ടിച്ച് ബേസിൽ കാറ് വന്നപ്പോൾ, അത് എന്നും ബേസിൽ വോൾവോയിലാണ് വരുന്നത്, അന്ന് ബേസിൽ ഇത് മറന്നു പോയിട്ട് ഇന്നോവയും കയറി വന്നു. അപ്പൊ ആ ഇന്നോയുടെ ഫ്രണ്ടിൽ എന്റെ ഇന്നോവ വന്നു. ഞാൻ വന്ന് ഇറങ്ങി പോയപ്പോ എന്റെ പടക്കം പൊട്ടിച്ച് ഞാൻ ഫ്രണ്ടിൽ നടന്നു പോയി. ബാക്കിൽ ബേസിൽ വന്നത്. അപ്പൊ ബേസിലെ എൻട്രി മൊത്തം പാളി. വീഡിയോയിലൊന്നും ബേസിലില്ല. അങ്ങനെ ആ വീഡിയോ പുറത്ത് വിട്ടിട്ടില്ല. അപ്പൊ ഇതെല്ലാം സിനിമയുടെ അവസാനം നമ്മൾ കാണുമോ? വീഡിയോ ഉണ്ട്, പക്ഷെ ഞാനത് പുറത്തുകൂടെ സമ്മതിക്കില്ല. അത് വേറൊരു പടത്തിനുള്ളതുണ്ട്. തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ